താടി കൊണ്ട് വല്ല ഉപകാരങ്ങളൊക്കെ ആഖിറത്തിൽ കിട്ടണമെങ്കിൽ ഇവിടുത്തെ താടി തന്നെ വേണം. അവിടെ തിരി താടിക്കാൻ തന്നെ നടക്കൂല. താടി കൊണ്ട് വല്ലതും കിട്ടണമെങ്കിൽ ഇവിടുന്നേ കിട്ടുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഒരു താടി കൊണ്ട് എന്തെല്ലാം ബഹുമാനങ്ങളാ കിട്ടുന്നത്. ഒരാൾ ഉളു എടുത്തിട്ട് അയാളെ താടിയിലുള്ള നനവ് മുഴുവനും വറ്റുന്നത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ഇസ്തിഗ്ഫാറും, മറ്റൊരാളെ താടിയിലെ നനവ് വറ്റിയത് 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണെങ്കിൽ ആ ഇസ്തിഗ്ഫാറും തമ്മിൽ മാറ്റല്ലേ? പിന്നെ വെറുതെ പതുക്കെ പഠിപ്പിച്ച് താടി രോമങ്ങൾ എത്രയുണ്ടോ അത്രയും രോമങ്ങളിലൂടെ ഉറ്റുന്ന ഓരോ ഉച്ചി വെള്ളങ്ങളും ഇസ്തിഗ്ഫാറല്ലേ? പാപങ്ങൾ പൊറുക്കൂലേ? അല്ലേ വേറെ കൂട്ടർക്ക് നമുക്കൊന്നല്ലേ? നമുക്ക് തന്നെ പാപങ്ങളൊക്കെ പുറത്തു കിട്ടും. അതിന്റെ നനവ് വറ്റുന്നത് വരെ ഇസ്തിഗ്ഫാറാണ്. അപ്പൊ എത്രയാണ് അതിന്റെ കനവും കട്ടിയും സഹോദരങ്ങളെ. താടിയുള്ള ആള് അയാള് വാള് പറയുമ്പോ, ദിക്റ് ചൊല്ലുമ്പോ, സ്വലാത്ത് ചൊല്ലുമ്പോ അയാള് നാവനക്കുമ്പോ, ചുണ്ടനക്കുമ്പോ, പല്ലനക്കുമ്പോ കൂടെ ആരും അനങ്ങുന്നുണ്ട്? താടി അനങ്ങുന്നുണ്ട്. അപ്പൊ തസ്ബീഹ് ആരുന്നുണ്ട്? താടിക്കും തസ്ബീഹ് ഉണ്ട്. ആൾക്കാർ എന്തോ ഒന്ന് സംഗതി ഉത്തരം മൂളാത്ത. ഇപ്പോഴാണ് താടിക്കണം മാത്രം ആൾക്കാർക്ക് മനസ്സിലാകുന്നത്. ഒരാളുങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് ചൊല്ലുമ്പോ അയാളെ മേലെ ഭാഗവും താഴെ ഭാഗവും 2 പല്ലിന്റെ കൂട്ടിങ്ങനെ അനങ്ങുമ്പോ താടി അനങ്ങുന്നില്ലേ? എന്റെ താടി അനങ്ങുന്ന നിങ്ങൾ കാണുന്നുണ്ടോ? എന്നാ അതിനനുസരിച്ച് രോമത്തിനനുസരിച്ച് കൂലിരിക്കുന്നുണ്ട്. ഒന്നും കരുതിയിട്ട് കാര്യമില്ല. താടി വെച്ചു അങ്ങനെയല്ലേ? അങ്ങനെയാണ്. അതിന്റെ അനക്കത്തിനനുസരിച്ചാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് കിട്ടുന്ന നേട്ടങ്ങൾ വേറെയുണ്ട്. ഈ താടി ഉള്ള ഒരു കാലവും ഇല്ലാത്തൊരു കാലവും ഇവിടെയുണ്ട്. എല്ലാ സമയങ്ങളും ഒരുപോലെയല്ല. സമയത്തിനനുസരിച്ച് അല്ലാഹു നമ്മിൽ മാറ്റം വരുത്തുന്നത് മനുഷ്യന് സ്വാഭാവികമായിട്ടും സ്വന്തത്തിൽ ഒരു പക്വത സൃഷ്ടിക്കാനും നൽകാനുമാണ്. അവൻ എല്ലായ്പ്പോഴും ഒരേ രൂപത്തിലല്ല, ഭാവത്തിലല്ല മാറ്റമുണ്ട്. അതിന് കാലത്തിനനുസരിച്ച് അല്ലാഹു തആല അവനങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കളി വിട്ടിട്ട് കാര്യത്തിലേക്ക് മനുഷ്യൻ അടുക്കാനാണ്. കളിപ്രായത്തിൽ നിനക്ക് നിന്റെ ശരീരത്തില് താടിയില്ല, മീശയില്ല, നല്ല കളിപ്രായമായിരുന്നു. കാര്യബോധത്തിലെത്തിയപ്പോൾ അല്ലാഹു തആല കാര്യബോധത്തിന്റെ അടയാളം നിന്നിൽ തന്നു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ പക്വതയുടെ വലിയ അടയാളം തന്നു. പിന്നെ നിന്റെ ശരീരങ്ങൾക്ക് ഓരോ ഭാഗത്തും ചുളിവ് തന്നു. എല്ലാ ഭാഗത്തും നിവർത്താത്ത അവസ്ഥ തന്നു. കൂടുതൽ നീ അല്ലാഹുവിലേക്ക് അടുക്കാനാണ്. പ്രായത്തിനനുസരിച്ച് അല്ലാഹു തആല